നമസ്കാരം. നമുക്കിനി പൗരസ്ത്യ ശാസ്ത്രത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. അരിസ്റ്റോട്ടിലിന്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിന്റെ പേര് എന്താണ്? ദി പൊയറ്റിക്സ്. ലൈസിയം എന്ന മഹാവിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ് ലൈസിയം എന്ന മഹാവിദ്യാലയം സ്ഥാപിച്ചത്. വിശ്വസാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഡിവൈൻ കോമഡി രചിച്ചത് ആരാണ്? ദാന്തെയാണ് ഡിവൈൻ കോമഡി രചിച്ചത്. ഉദാത്തത എന്നത് അസാധാരണ മഹത്വമുള്ളൊരു ഗുണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ലോങ്കിനസ്. ശബ്ദാർത്ഥോ സഹിതോ കാവ്യം എന്ന് കവിതയെ നിർവചിച്ചത് ആരാണ്? ഭാമഹൻ. സൗന്ദര്യമലങ്കാരം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വാമനൻ. രമണീയാർത്ഥ പ്രതിപാദകം ശബ്ദം കാവ്യം എന്ന കാവ്യത്തിന് നിർവചനം നൽകിയത് ആരാണ്? ജഗന്നാഥ പണ്ഡിതൻ. വാക്യം രസാത്മകം കാവ്യം എന്ന കാവ്യത്തെ നിർവചിച്ചത് ആരാണ്? വിശ്വനാഥൻ. അപൂർവ വസ്തുനിർമ്മാണക്ഷമ പ്രജ്ഞ പ്രതിഭ എന്ന് പ്രതിഭയെ നിർവചിച്ച പണ്ഡിതൻ ആരാണ്? അഭിനവഗുപ്തൻ. പ്രതിഭയെ കാരയിത്രി എന്നും ഭാവയിത്രി എന്നും രണ്ടായി തിരിച്ച പണ്ഡിതൻ ആരാണ്? രാജശേഖരൻ. ഇനി നമുക്ക് കുറച്ച് പൗരസ്ത്യ നിരൂപണ ഗ്രന്ഥങ്ങളെയും അവയുടെ രചയിതാക്കളെയും പരിചയപ്പെടാം. നാട്യശാസ്ത്രം രചിച്ചത് ആരാണ്? ഭരതമുനി. കാവ്യാലങ്കാരം രചിച്ചത് ഭാമഹൻ. കാവ്യാദർശനം രചിച്ചത് ദണ്ഡി. ധന്യാലോകം രചിച്ചത് ആനന്ദവർദ്ധനൻ. അഭിനവ ഭാരതി രചിച്ചത് അഭിനവഗുപ്തൻ. രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതൻ രചിച്ചതാണ്. കുവലയാനന്ദം രചിച്ചത് അപ്പയ്യ ദീക്ഷിതറാണ്. കാവ്യമീമാംസ രചിച്ചത് രാജശേഖരൻ ആണ്. വക്രോക്തി ജീവിതം രചിച്ചത് കുന്തകനാണ്. കാവ്യാനുശാസനം രചിച്ചത് വാഗ്ഭടനാണ്. വാഗ്ഭടാലങ്കാരം രചിച്ചത് വാഗ്ഭടനാണ്. സാഹിത്യദർപ്പണം രചിച്ചത് വിശ്വനാഥനാണ്. അലങ്കാര സർവസ്വം രചിച്ചത് രുചകനാണ്. കാവ്യപ്രകാശം രചിച്ചത് മമ്മടനാണ്. കവികണ്ഠാഭരണം രചിച്ചത് ക്ഷേമേന്ദ്രനാണ്. സരസ്വതി കണ്ഠാഭരണം രചിച്ചത് ഭോജനാണ്. സുവൃത്തി തിലകം രചിച്ചത് ക്ഷേമേന്ദ്രനാണ്. ഔചിത്യ വിചാര ചർച്ച രചിച്ചത് ക്ഷേമേന്ദ്രനാണ്. വ്യക്തിവിവേകം രചിച്ചത് ഭട്ടദൗതനാണ്. കാവ്യാലങ്കാരം രചിച്ചത് രുദ്രഭടനാണ്. കാവ്യാലങ്കാര സൂത്രവൃത്തി രചിച്ചത് വാമനനാണ്. കാവ്യാലങ്കാര സംഗ്രഹം രചിച്ചത് ഉത്ഭടനാണ്. ഉത്പത്തിവാദത്തിന്റെ അവതാരകൻ ഭട്ടലൊല്ലടനാണ്. അനുമതിവാദത്തിന്റെ അവതാരകൻ ഭട്ടശങ്കുകനാണ്. ഭക്തവാദത്തിന്റെ അവതാരകൻ ഭട്ടനായകനാണ്. അഭിവ്യക്തിവാദത്തിന്റെ അവതാരകൻ അഭിനവഗുപ്തനാണ്. അലങ്കാരങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന അലങ്കാരമേതാണ്? ഉപമ. ഒരു പ്രമേയത്തെ ഒന്നിലധികം ഉപമാനങ്ങളോട് ഉപമിച്ചാൽ കിട്ടുന്ന അലങ്കാരമേത്? മാലോപമ. ഉപമാനോപമേയങ്ങൾക്ക് അവയവം കൽപ്പിച്ച് അവയെ പരസ്പരം ഉപമിക്കുന്ന അലങ്കാരം ഏതാണ്? അവയവോപമ. ഉപമേയത്തിന് തുല്യം മറ്റൊന്നില്ല എന്നു കാണിക്കാൻ വർണ്ണ്യത്തെ വർണ്ണ്യത്തോടു തന്നെ ഉപമിക്കുന്നതിനെ എന്തു പറയുന്നു? അനന്വയം എന്ന് പറയുന്നു. ഉപമാനോപമേയത്വം മറിച്ചിട്ടാൽ ഏതു തരം അലങ്കാരമാണ്? പ്രദീപം. രൂപകത്തിന്റെ വർണ്യാവർണ്യങ്ങൾക്ക് അവയവം കൽപ്പിച്ച് അവയ്ക്ക് അഭേദഭാവം കൽപ്പിക്കുന്ന അലങ്കാരം ഏതു പേരിൽ അറിയപ്പെടുന്നു? സാംഗരൂപകം. ഒരു രൂപകത്തെ സ്ഥാപിക്കാൻ മറ്റൊരു രൂപകം സൃഷ്ടിക്കുന്ന അലങ്കാരം ഏതാണ്? പരമ്പരിത രൂപകം.
രണ്ട് വസ്തുക്കൾക്ക് പ്രകടമായ സാമ്യം കാണിക്കാൻ വർണ്ണ്യം അവർണ്യമാണോ എന്ന് ബലമായി ശങ്കിച്ചാൽ അത് ഏത് അലങ്കാരമാണ്? ഉൽപ്രേക്ഷ. ധർമ്മിയെ വിഷയീകരിച്ചുള്ള ഉൽപ്രേക്ഷയെ പറയുന്ന പേര് ഏതാണ്? ധർമ്മുൽപ്രേക്ഷ. കാലമൻ ശിരസിങ്കൽ അണിയിക്കയായി മുല്ലമാല ഭാലത്തിൽ ചേർത്തു കഴിഞ്ഞു വരക്കുറി. ഈ വരികളിലെ അലങ്കാരം ഏതാണ്? രൂപകാതിശയോക്തി. ഉപമാനം ലോകപ്രസിദ്ധമായിരിക്കണം എന്ന പ്രസ്താവന ഏത് അലങ്കാരത്തിലാണ് കൂടുതൽ യോജിക്കുന്നത്? ഉപമ. നിർഹേതു എന്ന ദോഷത്തിന്റെ അഭാവമായി ചില നിരൂപകർ ചൂണ്ടിക്കാണിക്കുന്ന അലങ്കാരം ഏതാണ്? കാവ്യലിംഗം. ഒരു രഹസ്യം ഒരുവന് ഗൂഢമായി വെളിപ്പെടുത്തുന്ന അലങ്കാരം ഏതാണ്? ഉത്തരം. സാരൂപ്യ നിബന്ധന ഏതലങ്കാരത്തിൽ പെടുന്നു? അപ്രസ്തുത പ്രശംസ. ഒന്നിൽ നിന്നുണ്ടാകുന്ന ഗുണത്തിനു പകരം മറ്റൊന്നു വരിക എന്ന ആശയം വരുന്ന അലങ്കാരം ഏതാണ്? വിഷമം.